കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. We take care of your health. പുതിയ സൗകര്യങ്ങളോടെ മൂവാറ്റുപുഴ PWD റെസ്റ്റ് ഹൌസിന്റെ ഉദ്ഘാടനം മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. 3 നിലകളിലായി വിഭാവനം ചെയ്ത റെസ്റ്റ് ഹൌസിന്റെ 2 നിലകളാണ് ആദ്യഘട്ടമായി പൂർത്തിയാക്കിയത്. പുതിയ സൗകര്യങ്ങളോടെ നിർമ്മിച്ച PWD റെസ്റ്റ് ഹൌസിന്റെ ഉദ്ഘാടനം നടത്തി. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ് ഓൺലൈനിലൂടെ റെസ്റ്റ് ഹൌസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. റെസ്റ്റ് ഹൗസുകൾ നവീകരിച്ച് പുതിയത് നിർമ്മിച്ചു. ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ ഒരു കുതിപ്പ് നമുക്കുണ്ടാക്കാനായി. ഇങ്ങനെ കെട്ടിട മേഖലയിലും നമുക്ക് നല്ല മുന്നേറ്റം ഉണ്ടായി. കിഫ്ബി വഹിച്ച പങ്ക് നമ്മളിതിൽ എടുത്തു പറയണം. കിഫ്ബി വലിയ നിലയിലേക്ക് ഫണ്ട് പശ്ചാത്തല വികസനത്തിന് ചെലവഴിച്ചു. കിഫ്ബി വഴി 528 പദ്ധതികൾക്കായി 46,145 കോടി രൂപയാണ് PWD മാത്രമായി അനുവദിച്ചത്. PWDക്ക് മാത്രമായി കിട്ടിയതാണ് ഞാനിവിടെ പറഞ്ഞത്. 46,145 കോടി, 528 പദ്ധതികൾ. ഇതൊക്കെ ഒരു 10-30 കൊല്ലം കഴിഞ്ഞ് വരേണ്ട പദ്ധതികളാണ്. കാരണം കേരളത്തിൻ്റെ ഒരു സ്ഥിതി വെച്ച് ഇതിനൊക്കെ ഫണ്ടില്ല. അവിടെയാണ് കിഫ്ബി വന്നു. കിഫ്ബിയിലൂടെ 30 കൊല്ലം അപ്പുറത്തേക്കുള്ള വികസനം യാഥാർത്ഥ്യമാക്കാനായി. ഇങ്ങനെ വലിയ കുതിപ്പാണ് നാട്ടിലുണ്ടായിട്ടുള്ളത്. ഈ കുതിപ്പ് ജനങ്ങൾ സ്വന്തം ജീവിതത്തിൽ തിരിച്ചറിയുന്നു. ഈ വികസന നയം കേരളത്തിൽ ഇനിയും തുടരണം എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. 3 നിലകളിലായി വിഭാവനം ചെയ്ത റെസ്റ്റ് ഹൌസിന്റെ 2 നിലകളാണ് ആദ്യഘട്ടമായി പൂർത്തിയാക്കിയത്. 633 ചതുരശ്ര മീറ്റർ വിസ്തൃതിയുള്ള താഴത്തെ നിലയിൽ ഒരു AC സ്യൂട്ട് റൂം, ഒരു നോർമൽ AC മുറി, ഒരു നോർമൽ നോൺ AC മുറി എന്നിവയ്ക്ക് പുറമെ ഡൈനിങ് ഹാൾ, കിച്ചൺ, സ്റ്റോർ, പാൻട്രി ഏരിയ, ലോഞ്ച്, സ്റ്റോർ റൂം, കാർ പാർക്കിംഗ് സൗകര്യങ്ങൾ എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. 593 ചതുരശ്ര മീറ്റർ വിസ്തൃതിയുള്ള 2ാം നിലയിൽ ഒരു AC സ്യൂട്ട് റൂം, 2 നോർമൽ AC മുറികൾ, 7 നോൺ AC മുറികൾ എന്നിവയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ 94,500 ലിറ്റർ ശേഷിയുള്ള മഴവെള്ള സംഭരണി സംവിധാനവും ഓവർഹെഡ് അണ്ടർഗ്രൗണ്ട് വാട്ടർ ടാങ്കുകളും ഉൾപ്പെടുന്ന ഫയർ സേഫ്റ്റി സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ചടങ്ങിൽ മാത്യു കുഴൽനാടൻ MLA അധ്യക്ഷത വഹിച്ചു. മുൻ MLA എൽദോ എബ്രഹാമിന്റെ കാലഘട്ടത്തിൽ മൂവാറ്റുപുഴയിലെ PWD റെസ്റ്റ് ഹൌസിനായി ബജറ്റിൽ അനുവദിച്ച തുകയാണ് പ്രവർത്തനങ്ങൾക്ക് അടിസ്ഥാനമായതെന്നും എൽദോ എബ്രഹാം ഗസ്റ്റ് ഹൌസിനായി പണം അനുവദിച്ചതിന്റെ തുടർച്ചയായാണ് അതേ കോമ്പൗണ്ടിൽ സ്ഥിതി ചെയ്യുന്ന PWD കോംപ്ലക്സിന് അടുത്ത വർഷം താൻ 5 കോടി രൂപ അനുവദിച്ചതെന്നും MLA പറഞ്ഞു. നമ്മുടെ PWD റെസ്റ്റ് ഹൌസ് ബഹുമാനായ എൽദോ എബ്രഹാം ഇവിടെയുണ്ട്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം MLA ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ശുപാർശ പ്രകാരം ബഡ്ജറ്റിൽ അനുവദിച്ച 5 കോടി രൂപ കൊണ്ട് പണി ആരംഭിച്ച്, അല്ലെങ്കിൽ ആ വർക്കിന്റെ ഭാഗമായി പുതിയ PWD റെസ്റ്റ് ഹൌസിനുള്ള പണി ആരംഭിച്ചു. അത് എന്റെ കാലഘട്ടത്തിൽ പൂർത്തീകരിച്ച് വളരെ ഭംഗിയായ നിലയിൽ 2 സ്യൂട്ട് റൂമും ഏതാണ്ട് 11 റൂമുകളോടും അതോടൊപ്പം തന്നെ ഒരു കോൺഫറൻസ് ഹാളിലൂടെയുള്ള പരിശ്രമമുണ്ട്. അതിന് തൊട്ട് അദ്ദേഹം PWD റെസ്റ്റ് ഹൌസിന് ബഡ്ജറ്റിൽ പണം അനുവദിച്ചതുകൊണ്ടാണ് ഞാൻ അടുത്ത എന്റെ ബഡ്ജറ്റ് ശുപാർശ വന്നപ്പോൾ അതിനോട് തൊട്ട് ചേർന്നുള്ള PWD കോംപ്ലക്സിന് 5 കോടി രൂപ ഞാൻ അനുവദിക്കാൻ കാരണം. അപ്പൊ ആ പ്രദേശത്തിന് തന്നെ വലിയൊരു മാറ്റമുണ്ടാകും. അങ്ങനെ തുടർച്ചയാണ് ഭരണം എന്ന് പറയുന്നത്, തുടർച്ചയാണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹം അത് കൊടുത്തതുകൊണ്ട് അതിന്റെ തൊട്ട് ചേർന്നിരിക്കുന്ന PWD കോംപ്ലക്സുകളെല്ലാം പഴയ കെട്ടിടങ്ങൾ പോലെ ചോർന്നൊലിച്ച് നിൽക്കുമ്പോൾ ആ പ്രദേശത്തിന് ഒരു തെളിമയുണ്ടാകില്ല. അതുകൊണ്ട് അടുത്ത 5 കോടി രൂപ എന്റെ ശുപാർശ PWD കോംപ്ലക്സിന് കൊടുക്കാൻ കാരണം, ഇനി അതുകൂടി പൂർത്തിയാകുമ്പോൾ നമ്മൾ ആ ബൈപ്പാസ് കയറി മുകളിലേക്ക് പോകുമ്പോൾ ആ പ്രദേശത്തിന് പുതിയൊരു കാഴ്ച നമുക്ക് മൂവാറ്റുപുഴയിൽ ഉണ്ടാക്കാൻ കഴിയും. പുതിയ റെസ്റ്റ് ഹൌസ് സൗകര്യം പ്രദേശത്തെ പൊതുജനങ്ങൾക്കും വിവിധ ആവശ്യങ്ങൾക്കായി മൂവാറ്റുപുഴയിലെത്തുന്ന ഉദ്യോഗസ്ഥർക്കും ഏറെ പ്രയോജനപ്പെടും. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.